ഫ്രണ്ട്സ്, എവർക്കും ഈസി ലേൺ പി സിയിലേക്ക് സ്വാഗതം. റെയിൽവേയിൽ 9970 അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ്, യോഗ്യത ITI, ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് ബിരുദം. തിരുവനന്തപുരത്ത് 148 ഒഴിവുകളുണ്ട്. ഇന്ത്യൻ റെയിൽവേയിൽ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് നിയമനത്തിന് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 9900 ഒഴിവാണുള്ളത്. തിരുവനന്തപുരം RRBയിൽ 148 ഒഴിവുണ്ട്. ITI, എഞ്ചിനീയറിംഗ് ബിരുദം, ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. അടിസ്ഥാന ശമ്പളം 19,900 രൂപ. RRB തിരിച്ചുള്ള ഒഴിവാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ സോണും കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി വൈസുള്ള ഒഴിവും കൊടുത്തിട്ടുണ്ട്. SC, ST, OBC, EWS, എക്സ് സർവീസ്മാന്, അങ്ങനെ എല്ലാം തരംതിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പട്ടിക വേണ്ടതെന്നുള്ളവർക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാ ആഴ്ചയിലെയും തൊഴിൽ വാർത്തയുടെ PDF ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് SSLCയും ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, മിൽറൈറ്റ്, മെയിൻ്റനൻസ് മെക്കാനിക്, മെക്കാനിക് റേഡിയോ TV, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ വയർമാൻ, ട്രാക്ടർ മെക്കാനിക്, അർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ, മെക്കാനിക്, ഡീസൽ, ഹീറ്റ് എഞ്ചിൻ ടർണർ, മെഷീനിസ്റ്റ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക് ട്രേഡുകളിൽ ITIയും NCVT, SCVT അല്ലെങ്കിൽ SSLCയും മേൽപ്പറഞ്ഞ ട്രേഡുകളിൽ അപ്രൻറ്റീസ്ഷിപ്പും പൂർത്തിയായിരിക്കണം. അല്ലെങ്കിൽ SSLCയും മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോമ്പിനേഷനായുള്ള വിഷയങ്ങളിലോ നേടിയ ത്രിവത്സര ഡിപ്ലോമയ്ക്ക് പകരം ഇതേ വിഷയത്തിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയവർക്കും അപേക്ഷിക്കാം. പ്രായം 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. SC, ST വിഭാഗക്കാർക്ക് 5 വർഷത്തെ ഇളവും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവ് ലഭിക്കും. വിധവകൾക്കും പുനർവിവാഹിതരാവാത്ത വിവാഹമോചിതർക്കും 5 വർഷം വരെ ഇളവിന് അർഹതയുണ്ട്. OBC, NCL 8 വർഷം, SC, ST 10 വർഷം. വിമുക്ത ഭടന്മാർക്ക് സർവീസിനനുസരിച്ചും റെയിൽവേയിലെ ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D ജീവനക്കാർക്കും റെയിൽവേയിൽ ആക്ട് അപ്രൻറ്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയവർക്കും നിയമാനുസൃത വയസ്സിളവ് ലഭിക്കുന്നതാണ്. ശാരീരിക യോഗ്യത: ദൂരക്കാഴ്ച കണ്ണടയില്ലാതെ 6/6, സമീപക്കാഴ്ച കണ്ണടയില്ലാതെ 0.6/0.6, ലേസിക് സർജറി നടത്തിയവരും കാഴ്ചപ്രശ്നം പരിഹരിക്കുന്നതിനായി മറ്റ് സർജറികൾ നടത്തിയവരും അപേക്ഷിക്കാൻ അർഹരല്ല. തിരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലാണ്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 2ാം ഘട്ട പരീക്ഷയും കൂടാതെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സർട്ടിഫിക്കറ്റ് പരിശോധന, മെഡിക്കൽ പരിശോധന എന്നിവ നടത്തിയായിരിക്കും അന്തിമമായ തിരഞ്ഞെടുപ്പ്. SC, ST വിഭാഗക്കാർക്കും OBC വിഭാഗക്കാർക്കും EWS വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും തിരഞ്ഞെടുപ്പിൽ ഇളവ് ലഭിക്കും. പരീക്ഷ പ്രാഥമിക ഘട്ടത്തിലെ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ CBT-1 സ്ക്രീനിംഗ് ടെസ്റ്റായി നടത്തും. ഒബ്ജക്റ്റീവ് ചോയ്സ് മാതൃകയിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആകെ 75 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ശരിയുത്തരത്തിന് 1 മാർക്കും ലഭിക്കും. തെറ്റുത്തരത്തിന് 1/3 നെഗറ്റീവ് മാർക്കും ഉണ്ടായിരിക്കുന്നതാണ്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലും ചോദ്യങ്ങൾ ലഭിക്കും. ജനറൽ EWS വിഭാഗക്കാർക്ക് 40%, OBC, SC, ST വിഭാഗക്കാർക്ക് 30%, ST വിഭാഗക്കാർക്ക് 25% എന്നിങ്ങനെയാണ് 1ാം ഘട്ട പരീക്ഷയിൽ വിജയിക്കാനുള്ള മാർക്ക്. മാത്തമാറ്റിക്സ്, മെൻ്റൽ എബിലിറ്റി, ജനറൽ അവയർനെസ് എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ചോദ്യങ്ങളുണ്ടാവുക. വിശദമായ സിലബസിന് വെബ്സൈറ്റിലെ വിജ്ഞാപനം കാണുക. അപേക്ഷാ ഫീസ്: വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും SC, ST വിഭാഗക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും മതന്യൂനപക്ഷങ്ങൾക്കും വിമുക്ത ഭടന്മാർക്കും 250 രൂപയും മറ്റുള്ളവർക്ക് 200 രൂപയുമാണ് ഫീസ്. ഇതിൽ 1ാം ഘട്ട പരീക്ഷ എഴുതിയാൽ വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും SC, ST വിഭാഗക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും മതന്യൂനപക്ഷങ്ങൾക്കും വിമുക്ത ഭടന്മാർക്കും പൂർണ്ണമായും ഫീസ് തിരികെ നൽകുന്നതായിരിക്കും. അപേക്ഷ: തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള രാജ്യത്തെ 20 റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ഉദ്യോഗാർത്ഥികൾ ഏതെങ്കിലും ഒരു RRBയിലേക്ക് മാത്രമേ അപേക്ഷിക്കാനാവുകയുള്ളൂ. പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ, ഒപ്പ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള മാതൃകയിൽ സ്കാൻ ചെയ്ത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം തിരുത്തൽ വരുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് 250 രൂപ അധികം നൽകി അപേക്ഷ തിരുത്താവുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനും RRBകളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. തിരുവനന്തപുരം RRBയുടെ വെബ്സൈറ്റാണ് www.rrbtiruvananthapuram.gov.in. സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 11.
ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.